കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവത്തിൻ്റെ കടന്നു വന്ന് ദൈവവചനത്തെ ധ്യാനിക്കുവാനും ദൈവവചനത്തെ സ്തുതിക്കുവാനും തമ്മിൽ നമുക്ക് വീണ്ടും ഒരവസരത്തെ തന്നേക്കുകയാണ്. ദൈവത്തെ സ്തുതിക്കുന്നത് എത്രയോ മനോഹരമാണ്. ഏറ്റവും നമുക്ക് സന്തോഷം തരുന്നതാണ് ദൈവസന്നിധിയിലായിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചു. അവരോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഈ ലോകത്തിലെ ജീവിതം അവസാനിച്ചു, ഞാൻ പോകുന്നു. കാരണം ഞാൻ പോകേണ്ടത് ആവശ്യമാണ്. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ വേണ്ടിയാണ്. യേശു പറഞ്ഞെന്താ? ഞാൻ പോകുന്നത് നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ വേണ്ടിയാണ്. അപ്പം കർത്താവ് ഈ ലോകത്തിൽ നിന്ന് പോയെങ്കിൽ മാത്രമേ നമ്മൾക്ക് അവിടെ സ്ഥലം ഒരുക്കുകയുള്ളൂ. ഈ ഭൂമിയിൽ നമ്മളെ ജീവനോടെ ഇരിക്കുമ്പോൾ, അല്ലെ ജഡത്തിന്മേൽ നമ്മളായിരിക്കുമ്പോൾ നമ്മളെ സഹായിപ്പാനും നമ്മളെ കാര്യങ്ങൾ നടത്തുവാനും നമുക്ക് വേണ്ടുന്നതായ കാര്യാദികളെ ഒരുക്കി തരുവാനും ഒക്കെ ആയിട്ട് ഈ ലോകത്തിൽ നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെയുമുണ്ട്, അല്ലേ? നമ്മുടെ നല്ല കാര്യങ്ങൾ, അല്ലെ നമ്മുടെ മുന്നോട്ടുള്ള ജീവിത യാത്രയിൽ നമുക്ക് വേണ്ടുന്നതായ സാഹചര്യങ്ങളെയും ചുറ്റുപാടിയൊക്കെയും ഒരുക്കി തരുവാനും നല്ല വഴിയിൽ കൂടെ നടത്തുവാനും ഉപദേശം തരാനും ഒക്കെയും ഈ ലോകത്തിൽ നമ്മുടെ മാതാപിതാക്കൾ, നമുക്ക് വേണ്ടപ്പെട്ടവർ, നമ്മുടെ ചാർച്ചക്കാർ, നമ്മുടെ മക്കൾ ഒക്കെയുമുണ്ട്. എന്നാൽ അത് ഈ ലോകം കൊണ്ട് നമ്മുടെ ജഡം ഈ ലോകത്തിൽ, അല്ലെ ജഡത്തിന്മേൽ ഉള്ള ജീവൻ ഈ ലോകത്തിൽ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അതൊക്കെയും മാറിപ്പോകും. പിന്നെ നമുക്ക് വേണ്ടുന്ന ഉപദേശങ്ങളും നമുക്ക് വേണ്ടുന്ന സ്ഥലം ഒരുക്കുവാനും നമ്മളെ നല്ല അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനും ആർക്കാണ് അധികാരമുള്ളത്? നമുക്ക് ജീവൻ തന്ന, നമ്മളെ ഈ ഭൂമിയിൽ അയക്കുന്ന നമ്മുടെ ദൈവത്തിന് മാത്രമേ സാധിക്കൂ. അതാണ് യേശു പറഞ്ഞത്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ വേണ്ടിയാണ്. ഞാൻ പോയെങ്കിൽ മാത്രമേ ആ സ്ഥലം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുവാനൊക്കെ ഉള്ളൂ. കാരണം ഈ ലോകത്തിൽ നമ്മുടെ ജഡത്തിന്മേലായിരുന്നു. ഈ ജഡം ഉപേക്ഷിച്ച് നമ്മുടെ തന്നേക്കുന്ന ജീവന്, അല്ലെ ആത്മാവ്, അത് തന്ന ഉടയവൻ്റെ അടുത്തേക്ക് നമുക്ക് മടങ്ങിപ്പോകണം, അല്ലേ? തന്ന ഉടയവൻ്റെ അടുത്തേക്ക് പോകണം. കാരണം ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, ആദാമിനെയും ഹവ്വായെയും ദൈവം സൃഷ്ടിച്ചു, മണ്ണിൽ നിന്നാണ് അവരെ എടുത്തത്. അവരെ സൃഷ്ടിച്ചിട്ട് അവർക്ക് അവരുടെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതിക്കൊടുത്താണ് അവരെ ചലനമുള്ളതാക്കി തീർത്തത്. അപ്പോൾ ജീവൻ തന്ന ഉടയവനാരാണ്? യഹോവയാണ് ദൈവം. അപ്പം ഈ ലോകത്തിൽ നമുക്ക് അല്പകാലം ജീവിക്കുവാൻ തമ്പുരാൻ നമുക്ക് സാവകാശം തന്നേക്കുകയാണ്. പക്ഷേ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഈ ലോകത്തിലെ ജഡത്തിന്മേൽ, അല്ല ജഡികമാകുന്ന ഒരു ജീവിതത്തിൽ നിന്ന് നമുക്കൊരു മോചനമുണ്ട്. കാരണം ഈ ജഡം വിട്ട് നമ്മൾ ഉപേക്ഷിച്ച് ഇവിടുന്ന് പോകേണ്ട ഒരു സമയം നമുക്ക് വരും. അപ്പോൾ ഈ സമയം കഴിഞ്ഞിട്ട് നമ്മൾ ഈ തന്നേക്കുന്ന ജീവൻ നമ്മുടെ ജഡത്തിന്മേൽ നിന്ന് വിട്ട് കഴിയുമ്പോൾ ആ ജീവൻ ചെല്ലുന്നത് ആരുടെ അടുത്തേക്കാണെന്ന് അറിയാമോ? നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ച ഉടയവൻ്റെ അടുത്തേക്കാണ്. പിന്നെ നമ്മൾ എവിടെ ആയിരിക്കണമെന്ന് അവിടെ നിന്നാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആ ചെല്ലുന്ന സ്ഥാനത്ത് നമ്മൾ ആയിരിക്കേണ്ട രണ്ട് അവസ്ഥയാണ് നമുക്ക് വെച്ചേക്കുന്നത്. ഒന്ന് സ്വർഗവും ഒന്ന് നരകവും. കാരണം നരകത്തിൽ പോകണോ അതോ സ്വർഗത്തിൽ ദൈവത്തോടു കൂടി വസിക്കണോ എന്ന് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോഴാണ് തീരുമാനിക്കേണ്ടത്. ആദാമിനോട് ദൈവം പറഞ്ഞു, യഹോവയായ ദൈവം പറഞ്ഞു, ഈ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ ഭക്ഷിക്കരുത്, അതിന് നാളെ നിങ്ങൾ മരിക്കും. ഒരു ജഡീയമായ മരണത്തെക്കുറിച്ചല്ല തമ്പുരാനോട് പറഞ്ഞത്. പിന്നെയോ ദൈവസന്നിധിയിൽ നിന്നുള്ളതായ ഒരു വേർപെടലാണ്. ദൈവസന്നിധി അവർ അകന്നു പോകുന്നതാണ് പറഞ്ഞത്. കാരണം ദൈവമായിട്ടുള്ളതായ ആ കമ്മ്യൂണിക്കേഷൻ അവിടെ നഷ്ടപ്പെട്ടു പോകുമെന്നാണ് ദൈവം അവിടെ പറഞ്ഞത്. പക്ഷേ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാതെ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തപ്പോൾ നോക്കാം, ദൈവമായിട്ടുള്ള ബന്ധം അവിടെ നഷ്ടപ്പെട്ടു പോയി. ഏന്തോട്ടം എന്ന പ്രദേശത്ത് നിന്ന് അവരെ പുറത്താക്കി കളഞ്ഞു. അപ്പോൾ ദൈവമായിട്ടുള്ള ആ കമ്മ്യൂണിക്കേഷൻ അവിടെ നഷ്ടപ്പെട്ടു. എന്നാൽ വീണ്ടും ആ ദൈവമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് സ്ഥാപിക്കാൻ വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. ആ യേശുക്രിസ്തുവിൻ്റെ വാക്കുകളും വചനങ്ങളും ഈ ലോകത്തിൽ ആയിരിക്കുന്ന അവിടുത്തെ ദൈവത്തിൻ്റെ മക്കൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാകാൻ വേണ്ടിയാണ് യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. കാരണം ഒരു ഉപദേഷ്ടാവായിട്ടാണ് യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. കാരണം ദൈവത്തിന്, അല്ലെ യഹോവയായ ദൈവത്തിന് നേരിട്ട് നമ്മളോട് വന്ന് പറയുവാൻ സാധിക്കത്തില്ല. അതിന് ദൈവത്തിൻ്റെ ഒരു പുത്രനാകുന്ന യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് നമുക്ക് നല്ല ഉപദേശങ്ങളെ തരാൻ വേണ്ടിയാണ്. അപ്പോൾ ആ ഉപദേശങ്ങൾ അനുസരിച്ച് മുന്നോട്ട് ജീവിച്ച് ഈ ലോകത്ത് നിന്ന് വേർപെട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തിൻ്റെ സന്നിധിയിൽ
ആയിരിക്കുവാൻ നമുക്ക് അവിടെയുള്ള അധികാരം കിട്ടുകയുള്ളൂ. അതാണ് പറഞ്ഞത്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ വേണ്ടിയാണ്. കാരണം എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഒന്ന് ഓർത്ത് നോക്കി, അനേക വാസസ്ഥലങ്ങൾ. അങ്ങനെയുള്ളൊരു വാസസ്ഥലമായിരുന്നു ആദാമും ഹവ്വായും അവിടെ വസിച്ചിരുന്നത്, ഏദൻ തോട്ടം. അപ്പോൾ അതുപോലുള്ള സ്ഥലങ്ങളാണ് നമുക്ക് വേണ്ടി അവിടെ ഒരുക്കിയിട്ടേക്കുന്നത്. അപ്പോൾ ആ സ്ഥലത്ത് നമ്മൾ ചെന്ന് ചേരണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുക, ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. ദൈവം നമുക്ക് വചനം തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? നമുക്ക് കൽപ്പനകൾ തന്നിട്ടുണ്ട്. ആ കൽപ്പനകളെ പ്രമാണിച്ച് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആ സ്ഥലത്ത് ചെല്ലുവാൻ തക്കവണ്ണം അതിനിടയാകുള്ളൂ. അതുകൊണ്ട് നമ്മൾ വളരെയേറെ ചിന്തിക്കണം. നമ്മൾ ഈ ഭൂമിയിൽ ജഡത്തിന്മേൽ വസിക്കുമ്പോൾ നമുക്ക് ഈ ലോകത്തിലെ സുഖ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഇതൊക്കെ നഷ്ടപ്പെട്ട് പോയിട്ട് നമ്മൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥ ആരും കണ്ടിട്ടില്ല. അതാണ് ഉപദേശത്തിൽ കൂടി നമ്മളെ അറിയിക്കുന്നത്. അപ്പോൾ ആ സ്ഥലത്ത് ചെല്ലുവാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കുക. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.